നമസ്തേ. 29/12/2024 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അന്ന് ശാർദ്ധം തൃക്കേട്ട നക്ഷത്രത്തിനും പിറന്നാൾ തൃക്കേട്ട നക്ഷത്രത്തിനും ആണ്. എൻ്റെ ഈ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം, എങ്കിലാണത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യണം. ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 29/12/2024 ഞായറാഴ്ച. മേടം, മകരം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, കർക്കിടകം, കന്നി, തുലാം, വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, ഇടവം, മിഥുനം, ചിങ്ങം, ധനു, മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ്. ഇത് ആരുടെയും ജാതകഫലമല്ല, ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണെന്ന് മനസ്സിലാക്കണം. ജാതകഫലം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തത്. പരിഹാര കർമ്മങ്ങൾ ജാതകം നോക്കി ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കും. അങ്ങനെ ഉപകരിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് ഇനി ഓരോരുത്തരുടെയും നാളും പേരൊക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിക്കുന്നവരാണ് മേടം രാശിയിൽ ജനിച്ചത്. മേടം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ സമയമാണ്. ധനലാഭവും അതേപോലെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും രോഗശാന്തിയും ധൈര്യവും, കാര്യങ്ങൾക്കെല്ലാം കർമ്മരംഗത്ത് ഒരു വിജയവും നേട്ടവും, മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങളുമൊക്കെ ഉണ്ടാകുന്ന പൊതുവെ ഗുണകരമായ ഒരു സമയം ആണ്. എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു സമയം കൂടെ ആണ്. ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം ഭാഗത്ത് ജനിച്ചവരാണ് ഇടവം നക്ഷത്രത്തിൽ ഇടവം രാശിയിൽ ജനിച്ചത്. അപ്പോൾ ഈ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. സ്വജനങ്ങളുമായിട്ടും വേണ്ടപ്പെട്ടവരായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും വാക്കുകളിൽ വേണം. മനോദുഃഖം, മനസ്സിനൊരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടും. അപ്പോൾ മനസ്സൊക്കെ ഒരു ശാന്തമായിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനമാറ്റം, ധനക്ഷയം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെലവുകൾ വളരെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രോഗപീഠ, ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങളുണ്ടാകും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരൽപ്പം മിതത്വം ഒക്കെ പാലിക്കുന്നത് നന്നായിരിക്കും. അലസത ഒരു പ്രധാന പ്രശ്നമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ ദിവസം അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മിഥുനം, കർക്കിടകം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്കും കഠിനമായ ദോഷം തന്നെയാണ്. ഈ സർക്കാർ രംഗത്ത് നിന്ന് എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ ശരിയാക്കാൻ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതേപോലെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില പ്രവൃത്തികളൊക്കെ അനുഭവപ്പെടേണ്ടി വരും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു ഭയം പൊതുവേ നമുക്ക് തോന്നും ആ ദിവസം. അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ, രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന തൊഴിൽ രംഗം പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. ധനനഷ്ടവും അനുകൂലമല്ലാത്ത യാത്രകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ യാത്രാ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. മനസ്വസ്ഥതക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയം കൂടെ ആയിരിക്കും മിഥുനക്കാർക്ക്. ഇനി കർക്കിടകം, കർക്കിടകക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം നക്ഷത്രമാണ് കർക്കിടക കൂറ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവരുടെ കർമ്മ മേഖലയെ അത് ബാധിക്കില്ല. കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും. എങ്കിലും മനസ്വസ്ഥതയൊക്കെ ഉണ്ടാകും.
അധികമായ ചിലവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ അധിക ചിലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരവും അവർക്കുണ്ടാകും. കുടുംബത്തിൽ ചെറിയ സ്വസ്ഥത കുറവ് ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലും സമാധാനം നിലനിർത്താൻ കഴിയും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും അപമാനവും മനസ്വസ്ഥത കുറവും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്, ശ്രദ്ധിക്കണം. ഇനി ചിങ്ങം രാശിക്കാർക്കും കഠിനമായ ദോഷമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ജനിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം, ശരീരക്ഷീണം തന്നെ മനസ്സിന് അസ്വസ്ഥതയും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. പിതൃസ്ഥാനീയരുമായിട്ടും സഹോദര സ്ഥാനീയരുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപകീർത്തി, അപകടം, തൊഴിൽ തടസ്സം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും. സ്ഥാന നേട്ടങ്ങൾ, ഗുണം ഒക്കെ ഉണ്ടാകും. പക്ഷെ കൂടെ നിൽക്കുന്ന അനുകൂലമല്ലാത്ത ചില പ്രതികരണങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കും. ശത്രുനാശം ഉണ്ടാകും. ആരോഗ്യരംഗമൊക്കെ മേന്മയുള്ളതായിത്തീരും. നല്ല സുഹൃത്തുക്കളും ഉണ്ടാകും. അതോടൊപ്പം ചില അനുകൂലമല്ലാത്ത പ്രവർത്തികളുള്ള സുഹൃത്തുക്കളും ഉണ്ടാകും. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകും. ബന്ധുഗുണവും സഹായവും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് സഹായമൊക്കെ കിട്ടാനും വാഗ്ദാനത്തിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ കന്നിരാശിക്കാർ പരമാവധി മറ്റുള്ളവരിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ല മനസ്സോടെ സന്തോഷത്തോടെ അത് നിരസിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാത്ത രീതിയിൽ അത് നിരസിക്കുന്നതായിരിക്കും നല്ലത്. ഇനി തുലാം, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമാണ്. എന്ത് കാര്യം ചെയ്യുന്നതിനും ആവശ്യമായ ഒരു ധൈര്യവും ശക്തിയും ഒക്കെ തോന്നുമെങ്കിലും ആ കാര്യം പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും. ബന്ധുക്കളിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകും. ധനം, മനസ്സുഖം ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാലും കാര്യവിജയം അല്പമാത്രമായിരിക്കും. സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ചില മനോവിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ഉണ്ടാകും. മക്കളിൽ നിന്ന് ചില ദുഃഖകരമായ അവസ്ഥയുണ്ടാവും. എങ്കിലും അവരിൽ നിന്ന് അനുകൂലമായ സ്ഥിതികൾ ഉണ്ടാകുകയും ചെയ്യും. നഷ്ടവും ചില കാര്യങ്ങൾക്ക് തടസ്സവും വരും. ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയമാണ് തുലാം രാശിക്കാർക്ക്. അതുകൊണ്ട് തുലാം രാശിക്കാരും ശ്രദ്ധിക്കുക. വൃശ്ചിക രാശിക്കാർക്ക് ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം. അനുകൂലമല്ലാത്ത യാത്രകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കലഹം, ധനനഷ്ടം, വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ചില നഷ്ടങ്ങൾ. എന്നാൽ അവരിൽ നിന്ന് ചില സന്തോഷകരമായ അവസ്ഥയുണ്ടാവും. ഭാര്യാഭർത്തൃ കലഹം ഒക്കെ ഉണ്ടാകുമെങ്കിലും അത് അത്ര വലിയ ദോഷമായി മാറുകയൊന്നുമില്ല. മക്കൾ മൂലം മനോദുഃഖം ഉണ്ടാകും. അതോടൊപ്പം മനസ്സ് സന്തോഷവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. ഒരു ഭാഗ്യക്കുറവും മനോബലക്കുറവും അനുഭവപ്പെടുന്ന സമയമായിരിക്കും വൃശ്ചികക്കാർക്ക്. ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനു. ദൈവാധീനക്കുറവ് വളരെയധികം ഉണ്ടാകും. കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും അപമാനവും അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളുമൊക്കെ ആയിട്ട് ധനുരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കൊടുത്ത് ദിവസത്തെ കാണേണ്ട ഒരു അവസ്ഥയാണ് ധനുരാശിക്കാർക്ക് എന്നുള്ളത് ശ്രദ്ധിക്കുക. മകരം രാശിക്കാർക്ക് ഗുണകരമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കൃഷി, മൃഗസംരക്ഷണ മേഖലയിലേക്ക് അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽരംഗത്ത് നേട്ടമുണ്ടാകും. ധനനേട്ടവും പുത്രസുഖവും പ്രഭാവവും സ്ഥാനനേട്ടവും രോഗമുക്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകും. പൊതുവെ ഗുണകരമായ സ്ഥിതിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. കുംഭം രാശിക്കാർക്കും ഗുണമാണ്. എല്ലാ കാര്യത്തിനും ഒരു ഊർജ്ജസ്വലതയും ശത്രുനാശവും കുടുംബത്തിൽ ഒരു സ്വസ്ഥയും സമാധാനവും അവരുടെ അംഗീകാരവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനവരവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകും. കുംഭക്കാർക്ക് ദേഹത്തിനൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഇനി മീനം രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. കഠിന ദുഃഖമാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അത്ര അനുകൂലമൊന്നുമല്ല.
മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായുള്ള കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപവാദവും കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും. ഒരു ഈശ്വരാധീന കുറവുണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമജപം എന്ന പരിഹാരങ്ങൾ ചെയ്യുക. മറ്റ് പരിഹാരങ്ങൾ ജാതകം നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഭഗവാനെ.